എല്ലാവർക്കും വന്ദനം. എം അക്ബർ സാഹിബ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയ്ക്കകത്തൊന്ന് ഭയങ്കര കോമഡികൾ പറയാറുണ്ട്. ഖുറാനും ഹദീസുകളും മുഹമ്മദിന്റെ ജീവിതവും ഒക്കെ സംബന്ധിച്ചാണ് ഇദ്ദേഹം ഈ കോമഡികളൊക്കെ ഇറക്കുന്നത്. ചിലതൊക്കെ ആൾക്കാരെ വെട്ടിയെടുത്ത് സോഷ്യൽ മീഡിയക്കകത്ത് കൊടുക്കാറുണ്ട്. അപ്പം ഈ വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണോ അപമാനമാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പലതും മുസ്ലിങ്ങൾക്ക് തന്നെ അപമാനകരമായ പല വീഡിയോകളാണ് അഭിമാനകരമായിട്ട് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, അതിങ്ങനെയാണ്: ലജ്ജയായതിൽ മാനം തോന്നുന്നു. ഇപ്പൊ ചില കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളിയല്ല, നമുക്ക് നാണക്കേടാണ്. പക്ഷെ അങ്ങനെയുള്ള പല കാര്യങ്ങളും മുഹമ്മദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളത് പരസ്യമായി പറഞ്ഞിട്ട് അഭിമാനത്തോടെ സംസാരിക്കുന്നവരാണ് ഈ ദാവാ പ്രീച്ചേഴ്സ്. ക്ലബ് ഹൗസ്, യൂട്യൂബ്, അതുപോലുള്ള പല സോഷ്യൽ മാധ്യമങ്ങളിലും ഇവർ വന്നിട്ട് ഇവർ പറയുന്ന പല കാര്യങ്ങളും ഇവർക്ക് തന്നെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലൊരു വീഡിയോ, അതിൻ്റെ ഒരു പ്രതികരണം ആണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇവരെല്ലാം ഈ ദാവാ പ്രീച്ചേഴ്സ് എല്ലാം വന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികള്, അതുപോലെ നിരീശ്വരവാദികള്, ഇവരെല്ലാം ഇസ്ലാമിനെ അപമാനിക്കുന്നു, മുഹമ്മദിനെ നിന്ദിക്കുന്നു, നബി നിന്ന അല്ലെങ്കിൽ മതനിന്ന. ഇത് ലോകത്തിലാകെ ഉള്ള ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. മതനിന്ദയും ദൈവനിന്ദയും പ്രവാചക നിന്ദയൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ മറ്റൊരു മതക്കാർക്ക് ഈ അസുഖങ്ങളില്ല. എന്താ ഇതിന്റെ കാരണം? ഇവരുടെ മതം പഠിപ്പിക്കുന്ന വൈകൃതങ്ങളാണ്, മതം പഠിപ്പിക്കുന്ന പ്രാകൃതമായ ആശയങ്ങൾ തന്നെയാണ്. അത് ഇന്നത്തെ കാലത്ത് ഒരു പൊതുവേദിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ അല്പം ചിന്തിച്ചിട്ടൊക്കെ ഇവർ പറയേണ്ടതല്ലേ? വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതില്ലാത്തവരോടാണെങ്കിൽ നമുക്ക് പറയാം ഇവർ വിവരമില്ലാത്തവരാണ്, ഇവരോട് എന്ത് പറഞ്ഞാലും ഇവർ വിശ്വസിക്കുന്നുള്ളത്. പക്ഷെ സാക്ഷര സുന്ദര കേരളത്തിൽ ജീവിക്കുന്ന എം അക്ബറിനെ പോലുള്ള ദാവാ പ്രീച്ചേഴ്സ് സ്വയം പരിഹാസ്യരായി ഇളിഭ്യരായി മാറുന്ന പല വീഡിയോകൾ അവർ തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ ഇത്രയ്ക്കും ബോധമില്ലാതെ ഇവരിത് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ രസം തോന്നുന്നത്. ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കും. ഇത് നമ്മുടെ പാവപ്പെട്ട ഐഷ കൊച്ചിനെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി കെട്ടിയ അതിനെ കുറിച്ചുള്ള എം അക്ബറിന്റെ വിശദീകരണമാണ്. ഐഷയെ കെട്ടുമ്പോൾ മുഹമ്മദ് വിവാഹം കഴിക്കുമ്പോൾ ആ കൊച്ചിന് 6 വയസ്സാണ്. 6 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ആ കൊച്ചിന് ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ 9 വയസ്സാണ്. നമ്മുടെ അലിയാർ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, 6 വയസ്സിലാണോ ഇത്രയും മഹത്തായ ഒരു വ്യക്തിയെ കുറിച്ച് അപവാദം പറയുന്നത്? 6 വയസ്സിലല്ല, 10-ാം വയസ്സിലല്ലേ? 10-ാം വയസ്സിൽ 56 വയസ്സുള്ളൊരു മനുഷ്യൻ ഐഷ കൊച്ചിനെ ശരീരത്തിൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അലി ഉസ്താദിന് ഒരു നാണക്കേടുമില്ല, ഭയങ്കര അഭിമാനമാണ്. അതിന്റെ മറ്റൊരു വേർഷനാണ് എം അക്ബർ നടത്തുന്നത്. നമുക്ക് അതിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയിട്ട് ഞാൻ ഈ പ്രതികരണം അവസാനിപ്പിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച മൂല്യക്രമം എന്തൊക്കെയാണ്? അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പ്രവാചകന്റെ ഭക്തി തന്നെയാകണം. പ്രവാചകന്റെ ഭക്തിയായാൽ പോരാ, ആ ഭക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി അനുഭവിച്ച ഭക്തി തന്നെ. മുഹമ്മദിന്റെ ദാമ്പത്യ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച മൂല്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രവാചക പത്നി തന്നെ വേണം. അത് സത്യമാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം, ദാമ്പത്യ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച മൂല്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഐഷ പറഞ്ഞു കൊടുക്കാൻ ഭാര്യ തന്നെ വേണമെന്ന് പറയുന്ന അക്ബറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം പഠിപ്പിച്ച ദാമ്പത്യ മൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഭാര്യമാര് കൃഷിയിടമാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പെരുമാറാൻ പഠിപ്പിച്ചു. ദാമ്പത്യ മൂല്യം. ഭാര്യമാരെ തല്ല അത്യാവശ്യം വന്നാൽ, ദാമ്പത്യ മൂല്യം അള്ളാഹുവും മുഹമ്മദും കൂടെ പഠിപ്പിച്ചതാണ്. അതുപോലെ 2, 3, 4 ഘട്ടം ദാമ്പത്യ മൂല്യമാണ് മുഹമ്മദ് പഠിച്ചതും പഠിപ്പിച്ചതുമായ ദാമ്പത്യ മൂല്യങ്ങൾ. ഒരു ഭാര്യയെ 3 പ്രാവശ്യവും 4 പ്രാവശ്യം തലാഖ് ചൊല്ല, എന്നിട്ട് മറ്റൊരു പുരുഷന്റെമായി ശരീരം പങ്കിട്ടതിന് ശേഷം ആ ഭാര്യയെ വീണ്ടും സ്വീകരിക്കാം. ഭാര്യയോടുള്ള ബന്ധത്തിലുള്ള മൂല്യങ്ങൾ പോട്ടെ, ഞാൻ അത് തൽക്കാലത്തേക്ക് കിടക്കുന്നില്ല. അത് ഇസ്ലാം എന്ന് പറയുന്ന മതം
സ്ത്രീകളെ മൃഗത്തിന് തുല്യമായി കണ്ടുകൊണ്ട് അവരെ പഠിപ്പിക്കലുകളാണ്. അള്ളാഹു എന്ന് പറയുന്ന ആൾ കൊടുത്തെന്ന പറയുന്നത് നമുക്ക് തൽക്കാലം അങ്ങോട്ട് പോകാതെ ഇത് തന്നെ മാത്രം ഒന്ന് നോക്കിയിട്ട് പോകാം. അദ്ദേഹം പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. മുഹമ്മദിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ മൂല്യങ്ങൾ പഠിപ്പിക്കുവാൻ പ്രവാചകന്റെ പറ്റി തന്നെ വേണം. അത് വേണം. പിന്നെ പത്നിയാവാതെ വേലക്കാരിക്കോ നാട്ടുകാർക്കോ ഒന്നും അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, മുഹമ്മദ് പറയാണ്, എം എം മക്ബൂൽ പറയാണ്, അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതും ഒരു ശരിയാണ്. പക്ഷേ മുഹമ്മദിന്റെ ഭാര്യ ആകണമെന്നും ഭാര്യ തന്നെ ആയാലേ മുഹമ്മദ് പഠിപ്പിച്ച മൂല്യങ്ങളും മര്യാദകളും പഠിപ്പിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം ഞങ്ങളൊക്കെ അങ്ങ് അംഗീകരിച്ചു തരാൻ പറയും. പക്ഷെ ചോദ്യം ഇതാണ്, അതിന് 6 വയസ്സുകാർ തന്നെ വേണം? 53-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച 6 വയസ്സുള്ള പെഞ്ചു കൊച്ചു തന്നെ വേണോ മുഹമ്മദിന്റെ വിവാഹ ജീവിതത്തിന്റെ മൂല്യങ്ങളും മര്യാദകളും ഒക്കെ പഠിപ്പിക്കാൻ? ഖദീജ പോലെ. ഖദീജ അല്ല ഇതിനേക്കാളൊക്കെ ഏറ്റവും ഉസ്താദായിട്ടുള്ള ആള്. കാര്യം 2 വിവാഹം മുഹമ്മദിനെ കിട്ടുന്നതിന് മുമ്പ് കിട്ടിയതാണ്. അപ്പൊ ആ അനുഭവങ്ങൾ ഇഷ്ടംപോലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ 3-ാമത്തെ ഘട്ടമാണ് മുഹമ്മദിനെ ഖദീജ കിട്ടിയത്. മുഹമ്മദിനേക്കാൾ 15 വയസ്സിന് മൂപ്പുള്ള ഒരാളാണ്. അപ്പം വിവാഹ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദാമ്പത്യത്തിൽ വേണമെങ്കിൽ PhD എടുത്തു എന്ന് പറയുന്ന ഒരാളാണ് ഖദീജ. അപ്പം ഖദീജ പോരാ. ഖദീജയെ കൊണ്ടൊന്നും മുഹമ്മദിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ മര്യാദകളും മൂല്യങ്ങളും പഠിപ്പിക്കുവാൻ പോരാ എന്ന് സാക്ഷാൽ അള്ളാഹുവിന് തോന്നിയത് കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? 6 വയസ്സുള്ള കൊച്ചിനെ കെട്ടിച്ചു കൊടുത്തു മൂല്യങ്ങൾ പഠിപ്പിക്കാൻ. ഐഷ തന്നെ വേണം, പോരാ. സൈനബയുണ്ട്. സൈനബ എന്ന് പറഞ്ഞ ദത്തുപുത്രന്റെ ഭാര്യ. 2 ഭർത്താക്കന്മാരോടൊപ്പം ജീവിച്ചു. ദത്തുപുത്രനോടൊപ്പം ജീവിച്ചു, പിതാവിനോടൊപ്പം ജീവിച്ചു. അപ്പൊ ഈ സൈനബ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ അപ്പന്റെ മോന്റെ കൂടെ ജീവിച്ചവള് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സൈനബേ പോരാ, 6 വയസ്സുള്ള ഐഷ കൊച്ചു തന്നെ വേണം. പ്രായവും പക്വത കൊണ്ടും പരിചയം കൊണ്ടും സൈനബയും ഖദീജ ഒന്നും പോരാ. ഏറ്റവും കൂടുതൽ വർഷം മുഹമ്മദിനോടൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ച വ്യക്തികൾ പോരാ, ഈ കൊച്ചു തന്നെ വേണം. അതുപോലെ തന്നെ അക്ബർ പറഞ്ഞൊരു വാചകം നിങ്ങൾ കേട്ടല്ലോ. എന്താണ്? മുഹമ്മദ് സല്ലമയെ പൂർണ്ണമായി അനുഭവിച്ച വ്യക്തി തന്നെ ആയിരിക്കണം എന്ന അള്ളാഹുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു ദാമ്പത്യത്തെ കുറിച്ച് പഠിക്കാനേ. അത് ശരിയാണ്. ഒരു കാര്യം പറഞ്ഞാൽ ഐഷ അനുഭവിച്ചതുപോലെ അനുഭവിച്ച ഒരു സ്ത്രീയും കാണത്തില്ല. കാരണം ഐഷ കൊച്ച് 9-ാമത്തെ വയസ്സിൽ 56 വയസ്സുള്ള ഒരു പുരുഷന്റെ ശരീരത്തിന്റെ വിഷമം അറിഞ്ഞവളാണ്. അപ്പോൾ അത് അനുഭവിച്ചാണ്. ബാക്കി എല്ലാ സ്ത്രീകളും മറ്റു പുരുഷന്മാരോടൊക്കെ ജീവിച്ചവരാണ്. പക്ഷെ ഈ പാവപ്പെട്ട കൊച്ച് 6 വയസ്സുള്ള കുഞ്ഞ് മാത്രമാണ് 9 വയസ്സായപ്പോൾ അപ്പനേക്കാളും പ്രായമുള്ള ഒരു മനുഷ്യന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ട ഗതികൾ അനുഭവം ഞാൻ എന്നെ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് കേൾവിക്കാർക്ക് മനസ്സിലാവും. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഐഷ പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ ദൂതന്റെ വസ്ത്രത്തിൽ ശുക്ലം കണ്ടപ്പോൾ ഞാനത് ചോരണ്ടി കളഞ്ഞത് ഓർക്കുന്നു. ഇത് ഇബ്ൻ മാജയ്ക്കകത്ത് കിടപ്പുണ്ട്. 539 സഹീഹായ ഹദീസാണ്. അപ്പൊ നോക്കിക്കോണം, പ്രവാചകൻ ആവർത്തിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ മുഹമ്മദ് സായിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഐഷ കൊച്ചിന്റെ പുതപ്പിനുള്ളിൽ കിടക്കുമ്പോൾ മാത്രമേ പുള്ളിക്കാരന് ശരിക്കുള്ള വഹി വരുത്തുള്ളൂ. ബാക്കി സ്ത്രീകളെ ഒന്നും അത്ര അങ്ങോട്ട് പോരായിരുന്നു. അപ്പം അതുകൊണ്ട് ആ അനുഭവം ഉണ്ട്. ഏതാ? ഐഷ കൊച്ചിന്റെ പുതപ്പിനുള്ളിൽ ബ്ലാങ്കറ്റിനുള്ളിൽ കിടക്കുമ്പോഴാണ് പ്രവാചകന് വഹി വരുത്തുള്ളത്. അതിന്റെ ഒരു ഇതുണ്ട്. അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, ഉമ്മുസലാമ, ഐഷയുടെ കാര്യത്തിൽ എന്നെ വിഷമിപ്പിക്കരുത്. കാരണം അള്ളാഹുവാണ് സത്യം. നിങ്ങളിൽ ആർക്കും അവളല്ലാതെ മറ്റാർക്കും വേദോസം നൽകിയിട്ടില്ല. അപ്പം അവിടെ ബ്ലാങ്കറ്റിനുള്ളിൽ കിടക്കുമ്പോൾ ഇയാൾക്ക് വെളിപ്പാട് കിട്ടുമായിരുന്നു എന്നുള്ള കാര്യം കൂടി സമ്മതിക്കുന്നുണ്ട്. അത് സുനൻ നസായിക്കകത്ത് 394
9 ഹദീസിനകത്ത് കിടപ്പുണ്ട്. ഇത് വേറെ ഉണ്ട്, ബാക്കിയുള്ള ഇഷ്ടംപോലെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് തപ്പിച്ചാൽ മതി. sunna.com കയറിയിട്ട് പിന്നെ അണ്ടർ ബ്ലാങ്കറ്റ് എന്നൊക്കെ ചടിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് ഈ ഹദീസുകളൊക്കെ വരും. അപ്പൊ ഇങ്ങനെ അത് മാത്രമല്ല, ഈ ആർത്തവ സമയത്ത്, ആയിഷ കൊച്ചിന്റെ ആർത്തവ സമയത്ത് ഈ മുഹമ്മദ് ഈ കൊച്ചിന്റെ കൂടെ കുളിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കൂടെ കിടത്തുമായിരുന്നു. ഇതെല്ലാം മുഹമ്മദ് സാ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ പല വിധത്തിലുള്ള അനുഭവം ഈ കൊച്ചിനുണ്ട്. അപ്പൊ അക്ബർ പറയുന്നത് കറക്റ്റാണ്. എന്താണ് മുഹമ്മദിന്റെ ജീവിതത്തിന്റെ മൂല്യക്രമങ്ങൾ പറയണമെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ അനുഭവമുള്ള ഒരാളായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇതര ഒരു ഭാര്യമാർക്കും ഇല്ലാത്ത അനുഭവങ്ങൾ ധാരാളം ഉള്ളൊരു കൊച്ചാണ് ആയിഷ. അപ്പം ആയിഷയെ തന്നെ വേണം. ഇനി അടുത്ത തലമുറകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള ഓർമ്മശക്തിയും അടുത്ത തലമുറകൾ പറഞ്ഞു കൊടുക്കാൻ തക്ക രൂപത്തിൽ കാലം ജീവിച്ചിരിക്കുവാൻ സാധ്യതയുള്ള അത് മാത്രം പോരാ, ഭാര്യയായിരുന്ന മാത്രം പോരാ, ഒന്ന് ഓർമ്മശക്തി വേണം, 2 കുറെ കാലം ജീവിച്ചിരിക്കാനുള്ള ആളുമായിരിക്കണം. അത് സത്യമാണ്. കാരണം ഈ ആയിഷയ്ക്ക് ഭയങ്കര ഓർമ്മയാണ്. കാര്യം ആയിഷയാണ് മുഹമ്മദിനെ ഇത്രയും കൂടുതൽ പഞ്ഞിക്കിട്ടിട്ടുള്ളതാണ്. കാരണം ഈ ഹദീസുകളെല്ലാം എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് ഇന്ന് പിടിച്ചിരിക്കാൻ പറ്റുമല്ലോ. പക്ഷേ മുഹമ്മദിന്റെ ജീവിതത്തിന്റെ സമസ്ത കാര്യങ്ങളും ലൈംഗിക ജീവിതത്തിന്റെ മൂല്യങ്ങളും മര്യാദകളും ഒന്നുമല്ല. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ചരിത്രം ഈ ആയിഷയുടെ ഹദീസുകളിലൂടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ചിലർക്ക് ആയിഷയെ കണ്ണെടുത്ത കണ്ടുകൂടാ. ആയിഷയാണ് ഇത്ര നശിപ്പിച്ചത് തന്നെ അഭിപ്രായപ്പെടുന്ന വിഭാഗങ്ങൾ ഈ മുസ്ലിങ്ങളിടയിലുണ്ട്. അപ്പൊ അതതിന്റെ കാരണം എന്ന് പറയുന്നത്. പിന്നെ കുറെ കാലം ജീവിച്ചിരിക്കണം കേട്ടോ, അത് വേണം, അത് ആവശ്യമാണ്. കാരണം ആയിഷ കൊച്ച് മുഹമ്മദ് മരിച്ചതിന് ശേഷം കുറെ വർഷം ജീവിച്ചിരുന്ന ഒരാളാണ്. അതിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ കേട്ടായിരുന്നില്ലെങ്കില് ആയിഷ കൊച്ചിന് അള്ളാഹു തെരഞ്ഞെടുത്താണെന്ന് പറയുന്നത്. ഈ അള്ളാഹു ഈ കാര്യത്തിൽ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അത് അറിയണമെങ്കിൽ 33 അധ്യായം അൽസാബ് നിങ്ങൾ വായിച്ചു നോക്കിച്ചാൽ ഈ മുഹമ്മദിന്റെ ദത്തുപുത്രനായ സെയ്ദിന്റെ ഭാര്യ സൈനബയെ അടിച്ചു മാറ്റി മുഹമ്മദിന് കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കുന്ന പദ്ധതികൾ നിങ്ങൾക്ക് 33 അധ്യായത്തിനകത്ത് വായിക്കാൻ പറ്റും. അപ്പം അള്ളാഹു പദ്ധതി ഇട്ടതാണ്. അങ്ങനെ ദത്ത് സമ്പ്രദായം ഇല്ലാതാക്കി. നിങ്ങൾക്കറിയാലോ, ദത്ത് സമ്പ്രദായം അനാഥരായ കൊച്ചുങ്ങളെ എടുത്ത് വളർത്തി അവർക്ക് ഒരു ജീവിതം കൊടുക്കുന്ന പരിപാടിയാണ് ദത്ത് സമ്പ്രദായം. അത് ഇസ്ലാമിൽ അത് ഹറാമാണ്. അതിന്റെ കാരണം അത് ഇസ്ലാമിൽ നിരോധിച്ചു. നിരോധിക്കാൻ വേണ്ടി അള്ളാഹു കണ്ടുപിടിച്ച ഒരു 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 എന്തായാലും നമ്മൾ പറയുക, ഒരു സൂപ്പറായ ഉപാധിയാണ് മുഹമ്മദിന്റെ ദത്തുപുത്രനെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് ആ പെണ്ണിനെ മുഹമ്മദ് കെട്ടി. മുഹമ്മദ് സെയ്ദിന്റെ വീട്ടിൽ ചെന്നപ്പോൾ, സൈനബയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവളെ വിവസ്ത്രയായിട്ടോ ഭാഗികമായി വസ്ത്രം ധരിച്ചവളായിട്ട് അങ്ങോട്ട് കണ്ടു. കണ്ട ഉടനെ മുഹമ്മദിന് എന്തോ ഒരു പന്തികേട് തോന്നി. അതിനൊരു പുള്ളി ഒരു കമന്റ് പറഞ്ഞെന്നാ പറയുന്നത്. അതോടുകൂടി ആയിഷ സൈനബയെ പുള്ളി കെട്ടാനുള്ള പരിപാടികൾ തുടങ്ങി. അള്ളാഹു അതിന് അനുവാദം കൊടുക്കുന്നു. നിന്റെ മനസ്സിലിരിക്കുന്നത് എന്റെ മനസ്സിലിരിക്കുന്നത് നീ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 33 അധ്യായത്തിനകത്ത് വാക്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം, വെളിപ്പെടുത്തിയതല്ല, വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം പോലും മുഹമ്മദിന് അറിയാമായിരുന്നു. എന്നിട്ട് രണ്ടുപേരുടെ മനസ്സുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു വിഷമം മുഹമ്മദിന് ഉണ്ടായാലും അത് അപ്പോഴറിയാനും പരിഹരിക്കാനും അള്ളാഹു ഭയങ്കര തിരക്കുള്ള ഒരാളായിരുന്നു. ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം അങ്ങനെ മുഹമ്മദ് ആരുടെയും പിതാവല്ല എന്നൊരായത്തിറക്കി കൊടുത്തിട്ട് ദത്ത് സമ്പ്രദായം ഒന്നും ഇല്ലാതാക്കി. എന്ന് പറഞ്ഞാൽ കുറെ നല്ല ജീവിതം ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞു. അപ്പൊ അള്ളാഹു അക്കാര്യത്തിലൊക്കെ പെട്ടെന്ന് ഈ ആയിഷയെ കൊടുത്തതുപോലെ തന്നെ കൊടുക്കുകയാണ് സൈനബിനെ. മാത്രമല്ല ഈ ആ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി മുഹമ്മദ് ആരുടെയും
പിതാവല്ല എന്നും പറഞ്ഞൊരു ആയത്തിറക്കിയിട്ടാണ് ഈ ദത്ത് സമ്പ്രദായം ഇല്ലാതാക്കുന്നത്. അതേ സമയത്ത് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് ആരോ ഒരു പയ്യൻ ആയിഷയെ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞു. ഇതറിഞ്ഞ മുഹമ്മദ് അള്ളാഹുവിനെ കൊണ്ട് ഒരു ആയത്തിറക്കിപ്പിച്ചു. ആ ആയത്താണ് മുഹമ്മദിന്റെ ഭാര്യമാരാരുടെയും പത്നിമാരാവാൻ പാടില്ല, അവരവരുടെ മാതാക്കളാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ മാതാക്കളാണ് മുഹമ്മദിന്റെ ഭാര്യമാരെന്ന് പറയും. അപ്പൊ അമ്മമാരാരും കെട്ടത്തില്ലല്ലോ. അങ്ങനെ ഈ മുഹമ്മദിന്റെ വിധവകളായ ഭാര്യമാരുടെ ജീവിതം കൊഞ്ഞാട്ടയാക്കി കളഞ്ഞു അള്ളാഹും മുഹമ്മദും. 10 വർഷത്തോളം ഐഷ ജീവിച്ചിരുന്നെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിധവയായിട്ട് നല്ലൊരു ജീവിതം അവർക്ക് മരിച്ചു കഴിഞ്ഞിട്ട് ഈ പുള്ളി അവർക്ക് കൊടുത്തില്ല. അപ്പം എന്തിനാണെന്നറിയാമോ ഈ 60 വർഷം വിധവയായിട്ട് ജീവിച്ചെന്നറിയാമോ? മുഹമ്മദിന്റെ കൂടെ ജീവിച്ച ആ കാലയളവിൽ പുള്ളി പഠിപ്പിച്ച മൂല്യങ്ങളെ കുറിച്ച് നാട്ടുകാരെ പഠിപ്പിക്കാൻ 18 വയസ്സായ ഒരു പെൺകൊച്ചിന്റെ ജീവിതം അള്ളാഹും മുഹമ്മദ് പ്രവാചകനും കൂടി ഇല്ലാതാക്കിയതാണ് ഈ നമ്മുടെ അക്ബർ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തന്നെ നടത്തണം. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും. അള്ളാഹു തന്നെ തെരഞ്ഞെടുക്കണം. അള്ളാഹു ഈ കാര്യത്തിൽ ഭയങ്കര മിടുക്കനാണ്. അതുപോലെ തന്നെ ഈ മുഹമ്മദ് ഒരിക്കല് ഹബ്സയുടെ വീട്ടിൽ പോകുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ അവിടെ ചെല്ലുമ്പോൾ ഈ ഭാര്യയോട് പറഞ്ഞു അപ്പനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പന്റെ അടുത്തോട് പറഞ്ഞു വിട്ടു. അപ്പന്റെ അടുത്തോട് പറഞ്ഞു വിട്ടിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന വേലക്കാരി മാര്യത്തിനെ കയറി പിടിച്ചെന്ന് മാത്രമല്ല ഹബ്സയുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കട്ടിലേൽ വെച്ച് ലൈംഗികമായി ബന്ധപ്പെട്ടു. പക്ഷേ എന്തോ വന്തികേട് തോന്നിയ ഹബ്സ തിരിച്ചു വന്നപ്പോൾ 2 കട്ടിലിൽ കിടന്നു. ഭാര്യമാരെല്ലാം കൂടി ഇത് ഭയങ്കര ബഹളമായപ്പോൾ മുഹമ്മദ് ഭാര്യമാരുടെ കാലെ പിടിച്ചു പറഞ്ഞു ഇനി ഞാൻ മാര്യത്തിനടുത്ത് പോവുകയല്ല, എന്നെ ഉപദ്രവിക്കരുതൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട അള്ളാഹുവിന് സഹിച്ചില്ല. അള്ളാഹു പറഞ്ഞു ഈ വേലക്കാരികളെയൊക്കെ ഞാൻ നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്, അതിനൊന്നും നീ കളയാൻ പാടില്ല. അതുകൊണ്ട് നീ ഭാര്യമാര് ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ് അങ്ങനൊന്നും വേണ്ടെന്നും വെക്കരുത്, ഞാൻ നിനക്ക് തന്നിരിക്കുക എന്ന് പറഞ്ഞ് 66-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം ഇറക്കി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അള്ളാഹു കാര്യത്തിനകത്ത് ഭയങ്കര സൂക്ഷ്മതയുള്ളതാണ്. പിന്നെ പ്രായവും പക്വതയുള്ള മറ്റ് സ്ത്രീകളൊന്നും പോരാ, എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചിനെ കൊണ്ട് തന്നെ വേണം അള്ളാഹു സെക്സ് പഠിപ്പിക്കാൻ. ഓർക്കണം, 6-ാം വയസ്സിൽ 9-ാം ജീവിതത്തിൽ ചെന്ന 9-ാം വയസ്സിൽ 56 വയസ്സുള്ളൊരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ആ കൊച്ചു തന്നെ വേണം ഇവിടുത്തെ മുസ്ലിങ്ങളെ സെക്സ് പഠിപ്പിക്കാൻ. എല്ലാ അള്ളാഹു തന്നെ തെരഞ്ഞെടുത്താണ്. കാരണം 33-ന്റെ 50 കിടപ്പുണ്ട്. മുഹമ്മദിന് വിവാഹം കഴിക്കാൻ പറ്റുന്ന സ്ത്രീകളുടെ എണ്ണം. അപ്പന്റെ സഹോദരിമാരുടെ മക്കളെ, അമ്മയുടെ സഹോദരിമാരുടെ മക്കളെ, വലതുകൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെ ശരീരം ദാനം ചെയ്യുന്ന, ഇതെന്താണ് ശരീരം ദാനം ചെയ്യാൻ? ഇത് പഴയ നിയമത്തിൽ ബൈബിളിനകത്ത് പറഞ്ഞ ഒരു പ്രവാചകനും ചെയ്യാത്ത കാര്യങ്ങളാണ്. മുഹമ്മദിന് മാത്രമേ ഉള്ളായിരുന്നു ഈ പെണ്ണ് കാര്യത്തിനകത്ത് ഇത്രയും ഇളവും അനുവാദവും ഒക്കെ കൊടുത്തൊരു ദൈവം. അള്ളാഹു മാത്രമേ ഉള്ളൂ. നിങ്ങൾ വായിച്ചു നോക്കണം. അതാണ് ഈ കൊച്ചു 10 ജീവിച്ചിരുന്നു വിധവയായിട്ട്. അങ്ങനെ ഭക്തിയായപ്പോൾ സ്വാഭാവികമായും പ്രവാചക നിയോഗത്തിന് ശേഷം 10 അയാൾ ജീവിച്ചിരുന്നു. അടുത്ത തലമുറക്ക് കേട്ടോ നിങ്ങളെ മുഹമ്മദ് മരിച്ചതിന് ശേഷം 10 ഐഷ കൊച്ചു ജീവിച്ചിരുന്നത്. അപ്പം അതിന്റെ ജീവിതം ഇല്ലാതാക്കി. നിങ്ങൾക്കറിയാലോ, മുസ്ലിങ്ങളോട് നമ്മൾ ചോദിക്കണം എന്തിനാണ് മുഹമ്മദ് ഇത്ര സ്ത്രീകളെ കിട്ടിയത്. ഉടനെ അവര് പറയുന്നൊരു ന്യായം എന്തെന്നറിയാമോ? വിധവാ സംരക്ഷണം. ഇയാളും ഇയാളുടെ കൂടുള്ള കൊള്ളക്കാരൂടെ പോയി ആൾക്കാരെ കൊള്ളയടിക്കുന്ന സമയത്ത് കിട്ടുന്ന സ്ത്രീകളെ, ഭർത്താക്കന്മാരെയൊക്കെ കൊന്നിട്ട് ഈ സ്ത്രീകളെ എടുക്കുന്നു. അങ്ങനെയാണ് ഇവര് വിധവമാരാവുന്നത്. ആ വിധവമാരായവരെ സംരക്ഷിക്കാനാണ് മുഹമ്മദ് ഇത്രയും പെണ്ണ് കിട്ടിയത്. പരിഹാരങ്ങൾ നിങ്ങൾ ഓർക്കണം. വിധവയാക്കിയത് മുഹമ്മദ് കൂടരുമാണ്. എന്നിട്ട് അതിന്റെ പരിഹാരം വരുത്തുന്നതും മുഹമ്മദ് കൂടരും തന്നെയാണ്. ഈ സ്ത്രീകളെയൊക്കെ പങ്കുവയ്ക്കും. അങ്ങനെ വിധവമാരെ സംരക്ഷിക്കുകയായിരുന്നു മുഹമ്മദിന്റെ വിവാഹങ്ങളുടെ ഉദ്ദേശം എന്ന് പറയാറുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിക്കേണ്ടത്, ആവാ പീച്ചേഴ്സ്, ഈ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ എത്ര സ്ത്രീകൾ വിധവമാരായി? അവരെ സംരക്ഷിക്കാനാണ്, സ്ത്രീകളെ വിധവമാരെ സംരക്ഷിക്കാനാണ് ഇത്രയും പെണ്ണുങ്ങളെ കെട്ടിയതെങ്കിൽ ഇയാൾ മരിച്ചപ്പോൾ അള്ളാഹു എന്തുകൊണ്ട് ആയത്തിറക്കിയിട്ട് ഈ സ്ത്രീകളുടെ ജീവിതം ഇനിയും കോഞ്ഞാട്ടയാവരുത്, 18 വയസ്സുള്ള കൊച്ചതിനകത്തുണ്ട്, അതിനി എത്ര കാലം ജീവിച്ചിരിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ആ വിധവയുടെ ജീവിതം
സുരക്ഷിതമാക്കാഞ്ഞ്, സംരക്ഷിക്കാഞ്ഞ്? ആ പെങ്കൊച്ചു പതിറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന അക്ബർ പറയുന്നത്, പതിറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന് ജീവിതം ഇല്ലാതായി പോയില്ലേ കൊച്ചെ? പറഞ്ഞ പോലെ മുഹമ്മദിന്റെ സെക്സ് ലൈഫിനെ കുറിച്ച് പഠിപ്പിക്കണ്ടേ, കുടുംബജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കണ്ടേ? അതിന് പറ്റിയ ഒരാളാണ്. അതിനാണ് 18 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞത്. നമ്മൾ ഇതൊക്കെ മറക്കാൻ പാടില്ല. കാരണം ഇതാ അത്ഭുതകരമായ തിയറികളാണ്. അയ്യോ, അത് സത്യമാണ്. മുഹമ്മദിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക ജീവിതത്തിന്റെ മര്യാദകൾ മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ അതിന് ഈ കൊച്ചു തന്നെ വേണം. ഈ 6 വയസ്സുള്ള കൊച്ചിനെ തന്നെ കിട്ടിയെങ്കിൽ അള്ളാഹുവിനും മുഹമ്മദിനും ലൈംഗികത പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആ മാതൃക പിൻപറ്റിക്കൊണ്ടല്ലേ ഇന്ന് ഈ മദ്രസകളിൽ ഈ പിള്ളേരെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത്, പ്രകൃതി വിരുദ്ധ പ്രവൃത്തികൾക്ക്. അതിന്റെ പേരിലല്ല ഇന്ന് ഓരോ ദിവസത്തെ പത്രത്തിനകത്തും മദ്രസ അധ്യാപകര് ജയിലിലേക്ക് പോകുന്നത്. അതിന്റെ കാരണം ഈ മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച, ചെയ്ത, പ്രവർത്തിച്ച് കാണിച്ച ഒരു നീച പ്രവൃത്തിയെ പിന്തുടർന്നുകൊണ്ടല്ലേ ഇവർ കാണിക്കുന്നത്. ലൈംഗികത പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് സാഹിബ്, നിങ്ങൾക്ക് നാണമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ട് ഈ ആഭാസത്തരത്തെ, ഈ വൃത്തികേടിനെ, അല്ലെങ്കിൽ ഒരു പൊടിക്കൊച്ചിനോട് കാണിച്ച വൈകൃതത്തെ അത് ഏതാണ്ട് പുണ്യമാണെന്ന് ഇങ്ങനെ പരസ്യമായി പറയാൻ നിങ്ങളുടെ ആ തൊലിക്കൊട്ടി എനിക്ക് പണ്ടേ അറിയാം. കാരണം സംവാദത്തിന് വരാമെന്ന് പറഞ്ഞിട്ട്, ഖുറാന്റെ ദൈവികത എന്ന വിഷയത്തിന് സംവാദത്തിന് വരാമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് മുങ്ങിയ ആ തൊലിക്കെട്ടി ഉണ്ടല്ലോ, ബൈബിളിന്റെ ദൈവികത മാത്രം ചർച്ച നടത്തിയിട്ട് ഖുറാന്റെ ഇത് വന്നപ്പോൾ പങ്കെടുക്കാതെ മുങ്ങിക്കളഞ്ഞ, ഇന്നും 10-22 വർഷമായിട്ട് മുങ്ങി നടക്കുന്ന അങ്ങയുടെ ആ ഉളുപ്പില്ലായ്മ, തൊലിക്കെട്ടി, അതിനെ ഞാൻ അംഗീകരിച്ചിരുന്നുണ്ട്. അതുപോലെ ഇത് പറയാനും നിങ്ങൾക്ക് ഉളുപ്പില്ലെന്നുള്ള കാര്യം അറിയാം. അതിൽ ഇത്രയും പരിചയം അടുത്ത ഓടണം. ആയിഷയുടെ ഹദീസുകൾ വന്നു എന്ന് പറഞ്ഞ കൊച്ച് അവിടെ ജീവിതത്തിൽ പഠിച്ച ലൈംഗികതയുടെ കാര്യങ്ങൾ, സെക്സിന്റെ, മുഹമ്മദിന്റെ ലൈംഗിക ജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ മൂല്യങ്ങളും മര്യാദകളും അതൊക്കെയാ കൊച്ചെഴുതിയത്. എന്നാലേ സാഹിബ് ഒന്ന് പറയാൻ പറ്റുമോ, എവിടെയാണ് ഈ മര്യാദകളും ഒക്കെ കിടക്കുന്നത്, മൂല്യങ്ങളെ കിടക്കുന്നത്? ഏത് ഹദീസിനകത്താ പറഞ്ഞേക്കുന്നത്? ഐഷ പറഞ്ഞിരിക്കുന്ന മൂല്യങ്ങളെ ഒന്ന് പഠിപ്പിക്കാമോ? നിങ്ങളുടെ വർഗത്തെങ്കിലും, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വർഗത്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ പറ്റും. ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഞങ്ങളുടെ ചോദ്യത്തിനൊന്നും ഉത്തരവില്ലെന്ന് അറിയാം. ആ ഹദീസുകളിലൂടെയാണ് എൻ്റെ പ്രവാചകൻ 6-ാമത്തെ വയസ്സിൽ എന്നെ കെട്ടി 9 വയസ്സ് വരെ വേറെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ 9-ാമത്തെ വയസ്സിൽ, അല്ലെ 10-ാമത്തെ വയസ്സിൽ എന്നെ 56 വയസ്സുള്ള പ്രവാചകൻ ശരീരത്തിൽ ഉപയോഗിച്ചു. എനിക്കാണ് അനുഭവം. ലൈംഗികതയുടെ മര്യാദകൾ, മാനദണ്ഡങ്ങളൊക്കെ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി എന്നെ ഉപയോഗിച്ചു. എന്നിട്ട് 9 വർഷമേ കൊച്ചു ജീവിച്ചിരുന്നു. അല്ല, 9 വർഷം ഇവർ ഒരുമിച്ച് ജീവിച്ചുള്ളൂ. അതിനേക്കാൾ കൂടി ജീവിച്ചിട്ടുണ്ട് ഖദീജ. അത് പോരാ, 9 വയസ്സ്, 9-ാമത്തെ വയസ്സ് മുതൽ 18-ാമത്തെ വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മരിക്കുന്നതിന് വരെ ജീവിച്ചിരുന്ന ഈ കൊച്ചിനെ കൊണ്ട് വേണം ഇസ്ലാമിക ലോകത്ത് മുഹമ്മദിന്റെ സെക്സിന്റെയും കുടുംബജീവിതത്തിന്റെയും ദാമ്പത്യത്തിന്റെയും ഒക്കെ മര്യാദകൾ പഠിപ്പിക്കാൻ. അല്ല, ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് വാസ്തവത്തിൽ നിങ്ങളുടെ പ്രവാചകൻ ചെയ്ത മര്യാദകളാണ്, വൈകൃതങ്ങളാണ്? അല്ല, ഈ ചെറുപ്പകാലത്ത് ഈ കൊച്ചിനെ ശരീരത്തിൽ ഉപയോഗിച്ച് മുഹമ്മദിന്റെ ജീവിതത്തിൽ മുഹമ്മദ് കാണിച്ച വൈകൃതങ്ങളല്ലേ? 9 ഭാര്യയുമായിട്ട് ഒരു രാത്രി ശരീരം പങ്കിടുമെന്നും അതിനുശേഷം ഒരു കുളി കുളിക്കുമെന്നും ഒക്കെ നിങ്ങളുടെ ഹദീസുകളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മള് മൂല്യങ്ങളെന്നാണ് പറയുന്നത്, ഇതിനെ വൈകൃതങ്ങളെന്നല്ലേ പറയും. കൊച്ചിന്റെ 8 പൊടി തിരിയാത്തൊരു കൊച്ചിന്റെ പുതപ്പിന്റെ അടിയിൽ കിടന്നുകൊണ്ട് ആയത്ത് ഇറക്കുക, ആ മെൻസ്ട്രേഷനുള്ള സമയത്ത് ആ കൊച്ചുമായിട്ട് ഒരുമിച്ച് കുളിക്കുക. ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത് പ്രാകൃത വൈകൃതങ്ങളെന്നാണ്, ലൈംഗിക വൈകൃതങ്ങൾ. ഇത് മൂല്യങ്ങളല്ല, ഇത് വിവരക്കേടുകളായി പഠിക്കും. നിങ്ങൾക്കിതെല്ലാം മൂല്യങ്ങളാണ്.
എന്തായാലും സമ്മതിച്ചതേ പറ്റത്തുള്ളൂ. അക്ബറെ, നിങ്ങളുടെയൊക്കെ ഈ തൊലിക്കട്ടി എന്ന് പറയാം, ഇതിങ്ങനെ പരസ്യമായി പറയാൻ നമ്മൾ മനസ്സിലാക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ, ലൈംഗിക ജീവിതത്തിന്റെ മര്യാദകളും മറ്റും ഇതിനുവേണ്ടി മുഹമ്മദ് സായുടെ ലൈംഗിക ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ മര്യാദകൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പറ്റിയ പ്രായമാണ് 9 വയസ്സ്, പറ്റിയതാണ്, പറയാതിരിക്കുന്ന വൃത്തിയില്ല. ആ ചെറുപ്പ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പ്രവാചക ജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കുക. ദാമ്പത്യ ജീവിതത്തിന്റെ പൂർണ്ണത ഇച്ചിരിയുടെ കേൾക്കുന്നൂടെ. പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പ്രവാചക ജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും പ്രവാചക ജീവിതത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കി 9 വയസ്സുള്ള കൊച്ചി 53 വയസ്സുകാരന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ, ലൈംഗിക ജീവിതത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കി. ഇനിയും ആസ്വദിച്ചു എന്നൊരു വാക്കിയാണ് പറയുന്നത്, നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഈ കൊച്ചു 9 വർഷം കൊണ്ട് എന്താ ആസ്വദിച്ചു? ഒരു പ്രായമായ മനുഷ്യൻ, അപ്പനേക്കാൾ പ്രായമുള്ളൊരു മനുഷ്യൻ, ലൈംഗിക ജീവിതത്തിന്റെ ആദിപാഠങ്ങൾ അറിയാത്ത ഒരു കൊച്ചിന് ബലം പ്രയോഗിച്ച് ശാരീരികമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ കുഞ്ഞത് ആസ്വദിക്കുവാണോ? അത് ആസ്വദിക്കുന്നെന്ന് പറയണമെങ്കിൽ ഈ MM അക്ബറിനെ പോലുള്ളവരുടെ മനസ്സെന്തെന്ന് ആലോചിച്ച് നോക്കി. ക്ലബ് ഹൗസിനകത്ത് ഞങ്ങളിത് ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോൾ അവിടെ വരുന്ന മാനസിക വൈകൃതമുള്ള മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കൊച്ചിനെയും കൊടുക്കും പ്രവാചകൻ, ഞങ്ങളുടെ കൊച്ചിനെയും കൊടുക്കും പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന് വേണ്ടി ഏത് പ്രാകൃത വൈകൃത വൃത്തികേടുകൾ കാണിക്കാനും പറയാൻ ഇവർക്ക് ഒരു ഉളുപ്പില്ലെന്നുള്ളതാണ്. എന്താ മനസ്സിലാക്കിയത് ഈ കൊച്ച്? മുഹമ്മദിന്റെ ജീവിതത്തിനകത്ത് എന്ത് മനസ്സിലാക്കി? വൈകൃതങ്ങൾ. ഇത് കണ്ട് മനസ്സിലാക്കി കൊച്ചു പറയുന്നുണ്ട്. എന്താണ്? നിങ്ങളുടെ നാഥൻ ഈ സ്ത്രീ വിഷയം വരുമ്പോഴത്തേന് ഭയങ്കര തിരക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ ശരീരം ദാനം ചെയ്യാൻ വരുന്ന സ്ത്രീകളെ ഓർക്കുമ്പോൾ എനിക്ക് ദുരഭിമാനം, മനസ്സിനകത്ത് അസ്വസ്ഥത എന്നും പറഞ്ഞ് ഈ ആയിഷ കൊച്ചു അഭിപ്രായമാണ്. അപ്പൊ ഈ കൊച്ചു വാസ്തവത്തിൽ മുഹമ്മദിന്റെ കൂടെ ജീവിച്ചത് ആസ്വദിച്ചു എന്ന് പറയാം. മനസ്സില്ലാ മനസ്സോടെ ജീവിച്ചതാണ്. കാരണം ചെന്ന് പെട്ടുപോയതാണ്. ഈ കൊച്ചിനെ അതുകൊണ്ടാണ് ഭക്തിയായി നൽകിയതിന്റെ പിന്നിലുള്ള വലിയ യുക്തി അതായിരിക്കാം. അതുകൂടെ നിങ്ങൾ ഓർത്തോണം, അതായിരിക്കാം വലിയ യുക്തി എന്നാ പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ, ഇത് പഠിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം വലിയ യുക്തി. ഇതെന്തുവാ അക്ബർ സാഹിബ് യുക്തി എന്ന് പറയുന്നത്? ലോകത്തിൽ ആരെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണ്. വിവരവും ബോധമുള്ള ഒരു ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പ്രായവും പക്വതയും പരിചയവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയുമായിട്ട്, സൈനബയാണെങ്കിലും ഖദീജ ആണെങ്കിലും 66 വയസ്സുണ്ടായിരുന്ന മറ്റേ സ്ത്രീ ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു യുക്തിയുണ്ട്. ഖദീജയെ കെട്ടാൻ 2 ഡിവോഴ്സ് നടത്തി 3ാമത്തെ ഭർത്താവായിട്ട് സ്വീകരിച്ച ഖദീജ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ കേൾക്കുന്ന ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ യുക്തിക്ക് മനസ്സിലാവുന്നത് ഒന്നുമല്ല, 2 ഭർത്താക്കന്മാരോട് ജീവിച്ച് ദാമ്പത്യ ജീവിതത്തിന്റെ പരിചയമുള്ളവരാണ്. 3ാമത് മുഹമ്മദിന്റെ കൂടെ ജീവിച്ച് 10-20 വർഷത്തോളം ജീവിച്ച് പരിചയമുള്ളവരാണ്. അത്ര പരിചയമുള്ള ഒരു വ്യക്തിയെക്കാളും എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചാണ് അള്ളാഹുവിന് യുക്തിയായി തോന്നുന്നു പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അക്ബർ സാഹിബ്. എന്താണ് അതിനകത്ത് യുക്തി? അതിനകത്തൊരു യുക്തിയില്ല, വിവരക്കേടാണ്. ഇനിയും ഈ കല്യാണം അള്ളാഹു കാണിച്ചു കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. സാധാരണ എതിർക്കപ്പെടേണ്ട വ്യക്തികളെയാണ് പ്രശ്നം പറഞ്ഞു കൊടുത്ത് പരിഹരിക്കേണ്ടത്. ഉദാഹരണം, ഒരു പെണ്ണിന് ഒരു കല്യാണത്തോട് താല്പര്യം ഇല്ലെങ്കിൽ ആ പെണ്ണിനോടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ചെറുക്കനങ്ങ് ഇഷ്ടമാണ്, എടി വേണ്ട ഇന്നതാണ് ഗുണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ അള്ളാഹു ചെയ്യുന്നൊരു കാര്യം, ആയിഷ കൊച്ചിനെ കെട്ടാൻ മുഹമ്മദിന് സ്വപ്നം കാണിച്ചെന്നാ പറഞ്ഞു. മുഹമ്മദിന് സ്വപ്നത്തിൽ
കൈക്കുഞ്ഞായിട്ട് പൊതിഞ്ഞ് കൊണ്ട് കൊടുക്കുന്ന ഒരു കൊച്ചിനെ കാണിച്ചെന്നാ പറയാം. അള്ളാഹു അത് കാണിച്ചത്, എടാ ഇത് പൊടിക്കൊച്ച്, ഇതൊരു പൊടിക്കൊച്ചാണ്, നീ ഇവിടെ കെട്ടരെന്ന് കാണിച്ചാണോന്ന് അറിയത്തില്ല. മുഹമ്മദിനെ വ്യാഖ്യാനിച്ചത് തന്റെ ഭാര്യയായിട്ട് തരാൻ അള്ളാഹുവിന് ഇഷ്ടം തോന്നി എന്നുള്ളതാണ്. അങ്ങനെയാണ് ആയിഷയെ കിട്ടുന്നെന്നാ പറയുന്നത്. അല്ല, ഇതിനകത്തൊരു യുക്തി ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഈ പെൺകൊച്ച് 9 വയസ്സുള്ള 6 വയസ്സുള്ള കൊച്ച്, അവരുടെ ഹദീസുകളിൽ പറയുന്ന ആയിഷ തന്നെ പറയുന്നുണ്ട്, എന്നെ കെട്ടാൻ വരുമ്പോൾ, മെസ്സഞ്ചർ ദൂതൻ എന്നെ കെട്ടാൻ വരുമ്പോൾ എനിക്ക് 6 വയസ്സായിരുന്നു എന്നും എന്നെ ശരീരത്തിൽ ഉപയോഗിച്ചത് 9 വയസ്സിലാണെന്നുള്ള ഹദീസുകളുണ്ട്. അപ്പൊ ഈ അള്ളാഹു ഈ കാര്യം വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് ആയിഷ കൊച്ചിനല്ലേ? കൊച്ചെ, ഒരു പ്രവാചകൻ നിന്നെ കെട്ടാൻ പോവാ, 56 വയസ്സുണ്ട്, നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങേരുടെ ദാമ്പത്യ ജീവിതത്തിന്റെയും സെക്സിന്റെയും ഒക്കെ മൂല്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ലോകത്തെ എൻ്റെ ആൾക്കാരെ, മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എട്ടും പൊട്ടും തിരിയാത്തായി പുള്ളിയെ നിനക്ക് കൊടുക്കുന്നത്. നീ വഴക്കൊന്നും ഉണ്ടാക്കാതെ അയാളുടെ കൂടെ പോയി ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ആയിഷ കൊച്ചിനോടല്ല. പക്ഷെ ആയിഷയ്ക്കല്ല അള്ളാഹു വെളിപ്പാട് കൊടുത്തത്. ആയത്തിറക്കി കൊടുത്തതും സ്വപ്നം കൊടുത്തതും മുഹമ്മദിനാണ്. അതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബർ. അല്ലെങ്കിൽ ആയിഷയുടെ അപ്പനോടല്ലേ പറയുന്നത്? അബൂബക്കറിനോടല്ലേ അള്ളാഹു പറയേണ്ടത്, നിന്റെ മോളെ കെട്ടാൻ വേണ്ടി 53 വയസ്സുള്ള ഒരുത്തൻ വരും, പ്രവാചകനാണ്, നീ എതിർപ്പൊന്നും കൂടാതെ കെട്ടിച്ചു കൊടുക്കണം. പക്ഷെ എതിർപ്പ് കൂടാതെ അല്ല കെട്ടിച്ചു കൊടുത്ത്. ഈ കല്യാണാലോചനയായിട്ട് ചെന്നപ്പോൾ എന്തുവാ അബൂബക്കർ പറഞ്ഞു? അബൂബക്കർ പറഞ്ഞു, നീ എന്റെ സഹോദരനാണ്, നീ എന്തിനാ ഈ കൊച്ചിനെ ചോദിക്കുന്ന പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ എന്റെ സഹോദരനാണ്, അത് പുസ്തകത്തിനകത്തും ഖുറാനകത്തുമാണ്, അള്ളാഹു എന്നോട് പറഞ്ഞ അനുസരിച്ച് കിട്ടുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചല്ലേ കൊച്ചിനെ കിട്ടുന്നത്. ഇതിനകത്ത് എന്തൊക്കെ യുക്തി എന്ന് മനസ്സിലാവുന്നില്ല. അടുത്തത് അതാണ് ഏറ്റവും വലിയ കോമഡി. അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടോണം. ആയിരിക്കാമെന്ന് വിചാരിക്കാം കേട്ടോണം. ഇപ്പോഴും അക്ബറിന് ഉറപ്പില്ല. അക്ബറിന് ഉറപ്പില്ല. ആയിഷ കൊച്ചിനെ ഇങ്ങനെ കെട്ടി എടുത്തത് കൃത്യമായിട്ടും അള്ളാഹുവിന്റെ കൽപ്പനയും പ്രമാണവും അനുസരിച്ച് ലൈംഗിക ജീവിതത്തിന്റെ, ദാമ്പത്യ ജീവിതത്തിന്റെ മൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ, മര്യാദകളും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത്രയും നേരം വീരവാദം അടിച്ച് പുള്ളി പറയാണ് ആയിരിക്കാമെന്ന്. അല്ലെങ്കിലോ? അല്ലെങ്കിലോ ഇയാളീ വ്യാഖ്യാനിച്ചതും ഇയാളീ ഉദ്ദേശിച്ചതും അല്ലെങ്കിലോ ഏറ്റവും അപമാനകരമായ ഒരവസ്ഥയല്ല മുഹമ്മദ് കാണിച്ചത്. അപ്പൊ അതിനെ എങ്ങനെ ഇയാൾ ന്യായീകരിക്കുന്നു? ഇപ്പൊ അള്ളാഹു അക്ബറിനോട് പറയാണ്, നീ വ്യാഖ്യാനൊന്നും അല്ല ഇതിനകത്ത്, എന്റെ പ്രവാചകനൊരു കൊച്ചിനെ കെട്ടണം തോന്നി, ഞാൻ കെട്ടിച്ചു കൊടുക്കും, അതിനകത്ത് വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ഇതുവരെ വ്യാഖ്യാനിച്ചത് മുഴുവൻ വിഡ്ഢിത്തരങ്ങളാവത്തില്ലേ അക്ബർ സാഹിബ്? പൊട്ടത്തരങ്ങളാവത്തില്ല. ഭക്തിയായി നൽകിയതിന്റെ പിന്നിലുള്ള വലിയ യുക്തി അതായിരിക്കാം. അതിലൊരു അപമാനകരയില്ല. അതാണ് ഏറ്റവും, അതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് അവസാനത്തെ വാചകമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിനകത്തൊരു അപമാനികതയുമില്ല. ഭക്തിയായി നൽകിയതിന്റെ പിന്നിലുള്ള വലിയ യുക്തി അതായിരിക്കാം. അതിലൊരു അപമാനകരയുമില്ല. അതിനകത്ത് അവർക്കൊരു അപമാനികതയില്ല. അല്ല, മുസ്ലിങ്ങൾക്ക് എന്താണ് അപമാനികത ഉള്ളത്? അത് പറഞ്ഞാട്ടെ. ഞാനിനി അടുത്തൊരു വീഡിയോയ്ക്ക് ഞാൻ പറയാം. നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അപമാനങ്ങളില്ലല്ലോ, നിങ്ങൾക്കെല്ലാം അഭിമാനങ്ങളല്ലേ. മുഹമ്മദ് കാണിച്ച എല്ലാ നീചപ്രവൃത്തികളും നിങ്ങൾ അഭിമാനത്തോടെ കാണുന്നവരല്ല. മുജാഹിദ് വാലിശ്ശേരി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ 1000 പേരുടെ തലയെടുത്താലും അത് നിങ്ങൾക്ക് അത് പുണ്യമാണെന്ന് പറയുന്നതറിയില്ല. അത് കരുണയാണ്. മനുഷ്യന്റെ തലയിറക്കുന്നത് കരുണയാണെന്ന്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെമ്പാടും ബോംബ് പൊട്ടിച്ചും കഴുത്തറത്തും വെടിവെച്ചും ഒക്കെ മനുഷ്യനെ കൊല്ലുമ്പോൾ പൊടിക്കുഞ്ഞുങ്ങളോട് പോലും ദയ കാണിക്കാതെ ഓവനകത്തൊക്കെ എടുത്തു വെച്ച് കരിച്ച് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് പ്രാകൃതവും വികൃതവുമാക്കി റോഡിലൂടെ വലിച്ചരച്ചു കൊണ്ടുപോകുന്ന ഹമാസ് ഭീകരവാദികളെ പോലും ന്യായീകരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് അപമാനമുള്ളത്? നിങ്ങൾക്കൊന്നും അപമാനികതയില്ല. നിങ്ങളുടെ പ്രവാചകൻ കാണിച്ച നീചപ്രവർത്തികൾ, ലൈംഗിക വൈകൃതങ്ങൾ, സ്ത്രീകളോട് കാണിച്ച മോശമായ പ്രവൃത്തികൾ, ഇന്ന് ആ സ്വാധീനത്തിന്റെ പേരിൽ ലോകത്തെമ്പാട് നടക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും നിങ്ങൾക്കെല്ലാം അഭിമാനമാണ്. നിങ്ങൾക്ക് അപമാനം എന്ന് പറയുന്നൊരു വാക്കില്ലല്ലോ. ഞാൻ പുതിയ വീഡിയോക്കകത്ത് വരുമ്പോൾ മറ്റൊന്ന് കൊണ്ടുവരാം.
ഭാര്യത്തിനെ കയറി പിടിച്ചാൽ അപമാനം വേലക്കാരി കയറി പിടിച്ചതാണ്, ഭാര്യമാര് വഞ്ഞിക്കിട്ടതാണ് മുഹമ്മദിനെ. അത് നിങ്ങൾ വലിയ പൊങ്ങച്ചത്തോടു കൂടി പൊതുവേദിയിൽ പറയുന്നവരാണ്. നിങ്ങൾക്ക് അതിനകത്ത് അഭിമാനക്കുറവില്ല. അതാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ലജ്ജയായതിൽ മാനം തോന്നുന്നു. കേട്ടാൽ അറയ്ക്കുന്ന, അറപ്പുളവാക്കുന്ന പ്രാകൃതമായ പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിയെ പൊതുവേദിയിൽ കൊണ്ടുവന്നിട്ട് അഭിമാനത്തോട് അത് വിളിച്ചു പറഞ്ഞിട്ട് അതിനകത്ത് ഊറ്റം കൊള്ളുന്നെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കും. അത് ഈ കേൾക്കുന്ന മനുഷ്യന് മനസ്സിലാവും. മറ്റൊരു ഉസ്താദിന്റെ വീഡിയോ ഞാൻ ഇറക്കാം, മറുപടി പറയാം, നിങ്ങൾ കേൾക്കണം. ഒരു സ്ത്രീയും പുരുഷനുമായി റോഡിലൂടെ വരുമ്പോൾ ഇവരുടെ പ്രവാചകൻ മുഹമ്മദ് സാ കാണുവാണെങ്കിൽ ആ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഓൾ അവിടെ നിൽക്കട്ടെ, ഓൻ അങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞത്. ഇത് ഭയങ്കര ത്രില്ലായിട്ട് പ്രസംഗിക്കുന്ന അറബിയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. നിങ്ങൾ ഓർത്ത് നോക്കണം, സ്വന്തം ഭാര്യമാരെ പോലും മുഹമ്മദ് എന്ന് പറയുന്ന മാനസികമായ വൈകല്യമുള്ള ഈ മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുചെല്ലാൻ പറ്റത്തില്ല, ഇവർക്ക് കൊണ്ടുചെല്ലാൻ പറ്റത്തില്ല. അപ്പം സാ പറയാണ് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് പൊക്കോണം. ഇതിനെയാണ് ഇവർ അഭിമാനത്തോടെ പൊതുവേദികളിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരളത്തിലെ സാക്ഷര സുന്ദര സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കേൾപ്പോൾ അറപ്പ് തോന്നുന്നത്. ഇവർ ശരിക്കും മുഹമ്മദിനെ അപകീർത്തിപ്പെടുത്തുന്നവരല്ലേ? എം അക്ബറിന്റെ ഈ ഒരൊറ്റ വീഡിയോ, സൈനബയുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള കാര്യം ഞാൻ അടുത്ത ഒരു വീഡിയോയ്ക്കൊന്ന് പറയാം. പക്ഷെ എന്റെ ചോദ്യം, ഈ ദാവാ പ്രീച്ചേഴ്സ് പ്രസംഗവേദികളിൽ മുഹമ്മദിനെ അപമാനിക്കുകയല്ലേ? ഞങ്ങളാണ് അപമാനിക്കുന്നത്? ഞങ്ങൾ ഒരിക്കലും അപമാനിക്കാറില്ല. കാരണം എന്താ അറിയാമോ? ഞങ്ങൾ ഈ ഹദീസിനകത്തും ഇതര ചരിത്രത്തിനകത്തും ഖുറാനകത്തും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വാക്യങ്ങൾ ഞങ്ങൾ അതുപോലെ വായിച്ചു കേൾപ്പിക്കുകയാണ്. വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെഞ്ചു പൊട്ടി പോവുകയാണ്. ഞങ്ങളുടെ സാ ഇങ്ങനെ ചെയ്തോ? അതാണ് അവരുടെ ചോദ്യം. ഞങ്ങൾ അപമാനിക്കുന്നില്ല, ഞങ്ങൾ ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്നു. ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ മുഹമ്മദ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാപപ്രവൃത്തികളും പ്രാകൃത പ്രവൃത്തികളുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. പക്ഷേ കേരളത്തിലെ അറിയപ്പെടുന്ന ദാവ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഇസ്ലാമിക ലോകത്തിന് ഏറ്റവും കൂടുതൽ തകർച്ചയും അപമാനകരവുമായ ഒരവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചതിന്റെ പിന്നിലുള്ള ഏക വ്യക്തി എം അക്ബറാണ്. അത് നിങ്ങൾക്കറിയാം. ആ എം അക്ബർ വീണ്ടും അപമാനിക്കുകയല്ലേ ഈ ഒരു പ്രസംഗത്തിലൂടെ? അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഐഷക്കൊച്ചിന്റെ കല്യാണത്തെ ഒഴിവാക്കി വിടുന്നതിന് പകരം 6-ാം വയസ്സിൽ കെട്ടി 9-ാം വയസ്സിൽ 56 വയസ്സുള്ള ഒരുവൻ ശരീരത്തിൽ ഉപയോഗിച്ചൊരു പെങ്കൊച്ച് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈംഗിക ജീവിതത്തിന്റെ മര്യാദകളും മാന്യതകളും പഠിപ്പിക്കാനാണ് കെട്ടിയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്ന അക്ബറെ താങ്കളെ കുറിച്ച്. നിങ്ങൾ മുഹമ്മദിനെ പുകഴ്ത്തുകയല്ല, ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സത്യത്തിൽ ഇസ്ലാമിക ലോകത്തൊരു അപമാനമാണ്. ഇത് കേൾക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാം. ദൈവം നിങ്ങളെല്ലാവരും ചെയ്യട്ടെ. സത്യം അറിയാനും സത്യത്തിലേക്ക് വരുവാനും നിങ്ങളുടെ ഹൃദയക്കണ്ണുകൾ തുറക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം നൽകുന്ന രക്ഷയും ഭൂലോകത്തിന് മുഴുവൻ മാതൃകയായി നിൽക്കുന്ന അതുല്യനും അതിശ്രേഷ്ഠനുമായ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.